Welcome back, my dear students, on a new lecture on number theory. So, in this lecture, we will be discussing about one of the classic theorem in number theory called Wilson's theorem. So, Wilson's theorത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുന്നത്. വിൽസൺസ് തിയറത്തിൻ്റെ പ്രൂഫും we will be discussing. So, the theorem states that if P is a prime, then P minus 1 factorial congruent to minus 1 mod P. That is, P divides P minus 1 factorial plus 1. Okay. So, ഏതൊരു പ്രൈം നമ്പർ എടുത്താലും P minus 1 factorial congruent to minus 1 mod P ആയിരിക്കും. If P is equal to 5, let's say, then P minus 1 is 4, that is 4 factorial congruent to minus 1 mod 5. 4 ഫാക്ടോറിയലിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ എപ്പോഴും -1 ആയിരിക്കും. ഓക്കെ, -1 എന്ന് വെച്ചാൽ മോഡ് 5 എടുക്കുമ്പോൾ 4 തന്നെ കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ. ഇതാണ് വിൽസൺസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, സോ വിൽസൺസ് തിയറത്തിൻ്റെ പ്രൂഫ് ചെയ്യാൻ വേണ്ടി വി നീഡ് സം എക്സ്ട്രാ റിസൾട്ട്സ് and we need to understand certain things. So before getting into the proof of Wilson's theorem, I will state some associated theorem and the idea of the proof using an example. So Wilson's theorem proof പറയുന്നതിന് മുമ്പ് Wilson's theorത്തിൻ്റെ അകത്ത് പ്രൂഫിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ഒരു തിയറം അത് കോട്ട് ചെയ്യും. അതിനോടൊപ്പം തന്നെ Wilson's theorem ഒരു എക്സാമ്പിൾ വെച്ച് Wilson's theorത്തിൻ്റെ പ്രൂഫ് ഒരു എക്സാമ്പിൾ വെച്ചും I will discuss. Okay. സോ വിൽസൺസ് തിയറം പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റിസൾട്ടാണ് ദ ലീനിയർ കോൺക്രുവൻസ് AX കോൺക്രുവൻ ടു B mod n. ഓക്കെ, ഇവിടെ എക്സ് എന്നുള്ളതാണ് വേരിയബിൾ, എയും ബിയും കോൺസ്റ്റൻസ് ആണ്, എന്നും ഒരു ഫിക്സഡ് നമ്പറാണ്. AX കോൺക്രുവൻ ടു B mod n-ൻ്റെ സൊല്യൂഷൻ എന്നുള്ളതാണ്. ഹാസ് എ സൊല്യൂഷൻ ഇഫ് ആൻഡ് only if D divides P where D is equal to GCD of A and N. അതായത് AX കോൺക്രുവൻ ടു B mod n ഇതിൻ്റെ അകത്ത് വേരിയബിൾ എക്സ് ആണ്. ഈ കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എയുടെയും എന്നിൻ്റെയും GCD എടുക്കുമ്പോൾ D എന്ത് കിട്ടുകയാണെങ്കിൽ D ഷുഡ് ഡിവൈഡ്സ് B. ഓക്കെ, ഈ D Bയെ ഡിവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ ഈ കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ഇനി ഓൾസോ D ഡിവൈഡ്സ് B ആണെങ്കിൽ ഇതിന് D മ്യൂച്വലി കോൺഗ്രുവൻറ്റ് സൊല്യൂഷൻസ് മോഡൽ, അതായത് D മ്യൂച്വലി ഡിസ്റ്റോയിൻ്റ് സൊല്യൂഷൻസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടത് ഇതാണ്, AX കോൺഗ്രുവൻറ്റ് ടു B mod n എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലെ കോൺഗ്രുവൻസിന് സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ D Bയെ ഡിവൈഡ് ചെയ്യണം. D എന്ന് പറയുന്നത് GCD ഓഫ് A and N, എയുടെയും എന്നിൻ്റെയും GCD ആണ് D എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് റിസൾട്ട്. ഇതിൻ്റെ പ്രൂഫ് ഒന്നും നമ്മൾ പറയുന്നില്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. So this is a result which we are going to use. So example പറയാം. ഇപ്പോൾ 2x congruent to 3 mod 5 എന്ന് വെച്ചോളൂ. ഇവിടെ A എന്ന് പറയുന്നത് 2, B എന്ന് വെച്ചാൽ 3 ആൻഡ് N എന്ന് വെച്ചാൽ, സോ 2-ൻ്റെയും 5-ൻ്റെയും GCD 1 ആണ്. സോ D is equal to 1. സോ 1 divides 3, D divides 3. സോ ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ x ഈസ് ഈക്വൽ ടു 4 എന്ന് എടുക്കുകയാണെങ്കിൽ 2 into 4 ഈസ് 8. 8 കോൺക്രുവൻ ടു 3 mod 5 ആണ്. 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഐഡിയ ഓഫ് ദ റിസൾട്ട്. ഈ റിസൾട്ട് ഈ പറയുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഈ റിസൾട്ടിനെ കൂടാതെ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ദ പ്രൂഫ് വി നീഡ് ടു ഗെറ്റ് സം ഐഡിയ. സോ വി വിൽ ബി establishing the proof of Wilson's theorem using an example. So ഞാൻ ചെയ്യാൻ പോകുന്നത് വിൽസൺസ് തിയറത്തിൻ്റെ പ്രൂഫ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഓക്കെ, സോ കൺസിഡർ വിൽസൺസ് തിയറം അപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രൈം നമ്പേഴ്സിൻ്റെ കേസിലാണ്. സോ വി ഹാവ് ടു ടേക്ക് എ പ്രൈം നമ്പർ. സോ കൺസിഡർ
p is equal to 30. ഇതൊരു പ്രൈം നമ്പറാണ്. സോ വിൽസൺസ് തിയറം ഈസ് p minus 1 congruent to minus 1 mod p. ഇതാണ് വിൽസൺസ് തിയറം. That is p minus 1 factorial is 13 minus 1, which is 12 factorial congruent to minus 1 mod 30. Okay, 12 factorial 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ we get minus 1 as a reminder. Minus 1 എന്ന് വെച്ചാൽ 12 factorial congruent to 13 minus 1 mod 30. 13 എന്ന് വെച്ചാൽ 0ക്ക് equivalent ആണ്. 13 minus 1 is actually 12. So 12 factorial congruent to 12 mod 30. ഇതാണ് ഇതിൻ്റെ മീൻ. ഇത് മീൻ ചെയ്യുന്നത്. ഇവിടെയും നമുക്ക് actually it can be stated as p minus 1 factorial congruent to what? p minus 1 mod p. മോഡ് p എടുക്കുമ്പോൾ p എന്ന് വെച്ചാൽ 0 തന്നെയാണ്. അതുകൊണ്ടാണ് റീപ്ലേസ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഐഡിയ. സോ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു നമ്പറിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് 1 2 3 എക്സെട്ര 12 വരെയാണ്, ഇൻക്ലൂഡിങ് 0 കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, സോ ദ പോസിബിൾ റിമൈൻഡേഴ്സ് ആർ 1 2 3 എക്സെട്ര 12 വരെയുള്ള നമ്പേഴ്സ്. ഞാൻ 0 എടുക്കുന്നില്ല, കാരണം 13 ഈ നമ്പറിനെ ഡിവൈഡ് ചെയ്യത്തില്ല എന്ന് കൃത്യമാണ്. ഓക്കെ, സോ 13 12 ഫാക്ടറിനെ ഡിവൈഡ് ചെയ്യത്തില്ല. സോ ഇതാണ് എടുക്കുന്നത് 1 2 3 എക്സെട്ര. സോ ഇൻ ജനറൽ ഈ 13 പകരം p ആണ് എടുക്കുന്നതെങ്കിൽ സോ 1 2 3 എക്സെട്ര എവിടം വരെ p minus 1. In the case of ഇത് 13ന്റെ കേസ്, in the case of p. ഓക്കെ, നൗ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ നമ്പേഴ്സിനെ നമ്മൾ ആക്ച്വലി പെയർ വൈസ് ക്ലാസിഫൈ ചെയ്യുകയാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തെ ചില നമ്പേഴ്സ് പെയർ വൈസ് എടുക്കുമ്പോൾ, പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വി ഗെറ്റ് ആൻസർ ആസ് 1 mod 13 എന്ന് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള നമ്പേഴ്സിനെ എടുക്കുകയാണ്. ഓക്കെ, കൺസിഡർ 2 and 7. 2ഉം 7ഉം എടുക്കുന്നതെന്ന് വെച്ചോളൂ. ഓക്കെ, 2 into 7 is actually 14. 14 is actually 13 plus 1. So which is congruent to 1 mod 13. So 2 into 7 congruent to 1 mod 13. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് 2ഉം 7ഉം പോയി. ഓക്കെ, നെക്സ്റ്റ് ഈസ് 3 എടുക്കുക. സോ 3 into 9 is actually 27. 27 is 26 plus 1, which is 13 into 2 plus 1, which is congruent to 1 mod 13. ഓക്കെ, സോ 3ഉം 9ഉം എടുത്തു. അപ്പോൾ നമ്മൾ എടുത്ത നമ്പേഴ്സ് 2 7 3 9. നെക്സ്റ്റ് 4ഉം 10ഉം എടുക്കുക. സോ 4 into 10 is actually 40, which is 39 plus 1, which is 13 into 3 plus 1. It's the multiple of 13, which is 0. So which is congruent to 1 mod 13. So 4ഉം 10ഉം എടുത്തു. Next is 5. 5 into 8, which is 40, which is 39 plus 1, which is 13 into 3 plus 1, congruent to 1 mod 30. So 5ഉം 8ഉം പോയി. Next is 6 and 11, which is 66, which is equal to 65 plus 1, which is 13 into 5 plus 1, which is congruent to 1 mod 30. So 6 and 11. So നമ്മൾ ആദ്യം ചൂസ് ചെയ്ത നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 2 3 എക്സെട്ര 12 വരെയുള്ള നമ്പേഴ്സ്. സോ ഇതിൻ്റെ അകത്ത് ടോട്ടൽ ആക്ച്വലി 12 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ 10 നമ്പേഴ്സ് എടുത്തു. 1 2 3 4 5 6 7 8 9 10. 10 നമ്പേഴ്സ് എടുത്തു. ഈ 10 നമ്പേഴ്സിനെ പരസ്പരം പെയർ ചെയ്യുമ്പോൾ ആക്ച്വലി വി ഗെറ്റ് ദ റിമൈൻഡർ ആസ് 1. 3നെയും 9നെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1, 4നെയും 10നെയും 1. ഇങ്ങനെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ദ ഫസ്റ്റ് ഐഡിയ. ഓക്കെ, സോ ടോട്ടൽ നമുക്ക് 1 2 എക്സെട്ര
12 വരെ നമ്പേഴ്സ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അകത്തു നിന്ന് ടോട്ടൽ 12 നമ്പേഴ്സ് ഉണ്ട്. ഇതിൻ്റെ അകത്തു നിന്ന് നമ്മൾ 10 നമ്പേഴ്സ് എടുത്തു. ഓക്കെ, 10 നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ 5 പെയേഴ്സ് ആക്കി. ഓക്കെ, സോ 10 നമ്പേഴ്സ് ചൂസ് ചെയ്തു, അതിനെ 5 പെയേഴ്സ് ആക്കി. സച്ച് ദാറ്റ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ എന്ത് കിട്ടുക? 1 കിട്ടും. സോ നമ്മൾ 1, 2, 3 എക്സെട്ര P-1 ആണെങ്കിൽ ഇവിടെ 12 എടുത്തപ്പോൾ 10 നമ്പേഴ്സ് എടുക്കുക. സോ 1ഉം P-1 ഒഴിവാക്കിയാൽ, സോ ഇവിടെ 1ഉം 12ഉം ഒഴിവാക്കിയിട്ടുള്ള ബാക്കി നമ്പർ. സോ P-1ൽ നിന്ന് 2 നമ്പേഴ്സ് ഒഴിവാക്കി. സോ P-3 നമ്പേഴ്സ് ചൂസ് ചെയ്യുക, അതിനെ പെയർ ചെയ്യുക. ഓക്കെ, സോ P-3/2 പെയേഴ്സ് ഉണ്ട്. ആ പെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ മോഡ് P എടുക്കുമ്പോൾ റിമൈൻഡർ ഈസ് ഓൾവേസ് 1. ദാറ്റ്സ് ഐഡിയ. ഈ ഐഡിയ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഐഡിയ വളരെ എസെൻഷ്യൽ ആണ്. സോ ഇനി നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഈ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 2 into 7, 3 into 9, 4 into 10, 5 into 8, 6 into 11. ഇതിൻ്റെ എല്ലാ റിമൈൻഡർ 1 ആണ്. സോ 1 into 1 into 1 into 1 into 1 വിച്ച് ഈസ് ആക്ച്വലി 1 mod 13. ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി 1 ഉണ്ടെന്ന്. ദിസ് ഈസ് 1 into 2 into 3 into 4 into 5 into 6 into 7 into 8 into 9 into 10 into 11 ആണ്. സോ ദിസ് ഈസ് ആക്ച്വലി 11 ഫാക്ടോറിയൽ ആണ്, വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 mod 13. ഓക്കെ, സോ ഇങ്ങനെ എടുത്തതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ P-3 പെയേഴ്സ് ഓഫ് P-3/2 നമ്പേഴ്സ് എടുക്കുമ്പോൾ, പെയേഴ്സ് എടുക്കുമ്പോൾ, അവ തമ്മിലുള്ള പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വി ഗെറ്റ് ആക്ച്വലി P-2 ഫാക്ടോറിയൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ നമ്മളിവിടെ 2 വേറൊരു നമ്പർ, 3 വേറൊരു നമ്പർ, എക്സെട്ര അപ് ടു P-2 വരെയുള്ള നമ്പേഴ്സ് എടുക്കും. സോ ഇൻ ജനറലൈസ് ചെയ്യുമ്പോൾ ഈ നമ്പേഴ്സ് എന്ന് വെച്ചാൽ 2 into 3 into 4 into അപ് ടു എക്സെട്ര എന്ത് കിട്ടും? P-2. പിന്നെ നമുക്ക് എങ്ങനെ പെയർ ചെയ്യാൻ പറ്റും? പ്രോഡക്റ്റ് റിമൈൻഡർ 1 കിട്ടുന്ന രീതിയിൽ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ ഈ 2വിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് വേറൊരു നമ്പർ ഉണ്ട്, സച്ച് ദാറ്റ് അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റിനെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. 3യെ ഇതുപോലെ പെയർ ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ റിമൈൻഡർ 1 കിട്ടും. സോ ഇതിൻ്റെ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അങ്ങനെ പെയർ വൈസ് എടുത്തു കഴിഞ്ഞാൽ ദ ഓൾവേസ് ബിക്കംസ് 1 mod 13 എന്ന് കിട്ടും, 1 mod P എന്ന് കിട്ടും. ഓക്കെ, so this is 1 into 2 into etc. So P-2 factorial congruent to what? 1 mod P. Okay, so ഇതാണ്, ഈ ഐഡിയ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 1, 2, 3 എക്സെട്ര P-1 നമ്പേഴ്സ് എടുക്കുക, അതിൻ്റെ 1ഉം P-1 ഒഴിവാക്കിയുള്ള ബാക്കിയുള്ള നമ്പേഴ്സ് എടുക്കുക, അതിനെ P-3/2 പെയേഴ്സ് ആക്കുക. ആ പെയേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും P കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 എടുക്കുക. എന്നിട്ട് നമ്മൾ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രോഡക്റ്റ് എടുക്കുമ്പോൾ P-2 വരെയുള്ള നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്തു, വിച്ച് ഈസ് ആക്ച്വലി 1 mod P. ഇനി P-1 ഫാക്ടോറിയൽ കിട്ടാൻ വേണ്ടി എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഇനി നമുക്കിവിടെ 12 ഫാക്ടോറിയൽ കിട്ടാൻ വേണ്ടി എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ഈ കേസിൽ 12 കൊണ്ട് കൂടി. സോ 11 ഫാക്ടോറിയൽ ഇൻറ്റു 12 കോൺഗ്രുവൻറ്റ് ടു 12 mod 13. 11 ഫാക്ടോറിയൽ ഇൻറ്റു 12 ഈസ് ആക്ച്വലി 12 ഫാക്ടോറിയൽ കോൺഗ്രുവൻറ്റ് ടു 12 എന്ന് വെച്ചാൽ -1 mod 13. സോ ദിസ് ഈസ് വാട്ട് വിൽസൺസ് തിയറം ഈസ്. അപ്പോൾ ഇവിടെ P-2 ഫാക്ടോറിയലിൻ്റെ കേസിലാണെങ്കിൽ ഇവിടെ നമുക്ക് P-2 ഫാക്ടോറിയൽ ഇൻറ്റു വാട്ട്? P-1 congruent to what? P-1 mod P. So this is P-1 factorial congruent to P-1 is actually -1 mod P. So ഇതാണ് നമ്മൾ പ്രൂഫിൻ്റെ അകത്ത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ എടുക്കുന്നത് 1, 2, 3 എക്സെട്ര P-1 വരെയുള്ള നമ്പേഴ്സ് എടുക്കും. 1ഉം P-1 ഒഴിവാക്കിയിട്ടുള്ള നമ്പേഴ്സിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ പെയർ ചെയ്യാൻ പറ്റും, സച്ച് ദാറ്റ് 2വിന് കറസ്പോണ്ടിങ് ആയിട്ട് there exists another number such that പ്രോഡക്റ്റ് എടുക്കുമ്പോൾ always gives a remainder 1. 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് there exists another number such that product always gives a remainder 1 and so on. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ 2 തൊട്ട് P-2 വരെ എടുക്കാം. സോ നമ്മളിങ്ങനെ പെയർ വൈസ് ഈ പ്രോഡക്റ്റിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതിനെ പ്രോഡക്റ്റ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ ആക്ച്വലി 2 into 3 into 4 into 5 into etc. P-2 വരെയുള്ള നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്.
each gives a remainder 1. So the product also gives a remainder 1. So which means that ഇത് left hand side p minus 2 factorial വരെ വരും, which gives a remainder 1. So അതിനെ p minus 1 കൊണ്ട് multiply ചെയ്യുക, so we get the result. This is the idea of the proof. Okay, I will give you one more examples. P is equal to 5 എന്ന് എടുക്കുക. Okay, so we have to prove that 4 factorial congruent to 1 mod 5 minus 1 mod 5 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആദ്യം നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡേഴ്സ് 1, 2, 3, 4 അത് 4 ആണ്. സോ ഇതിനകത്ത് 1ഉം 4ഉം ഒഴിവാക്കുക. സോ ദ നെക്സ്റ്റ് 2 നമ്പേഴ്സ് ഈസ് 2 into 3. ഒറ്റ നമ്പേഴ്സേ ഉള്ളൂ. സോ 2 into 3 ആക്ച്വലി കോൺക്രൂവൻറ്റ് ടു 1 mod 5. 2 into 3 6 ആണ്. 6നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ഈസ് 1. സോ നമ്മൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ 2 into 3 കോൺക്രൂവൻറ്റ് 1 mod 5 ആയതുകൊണ്ട്, സോ ഇതിന് ഇവിടെ ഓൾറെഡി 1 ഉണ്ട്. ദിസ് ഈസ് ആക്ച്വലി 3 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു 1 mod 5. 4 കൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 കോൺക്രൂവൻറ്റ് ടു 4 mod 5. സോ ദിസ് ഈസ് 4 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു 4 mod 5. അതായിരുന്നു പ്രൂവ് ചെയ്യേണ്ടത്. 4 എന്ന് വെച്ചാൽ -1 ആണ്. ദിസ് ഈസ് വിൽസൺസ് തിയറം. ഓക്കെ, സോ നമ്മൾ ഇവിടെയും ചെയ്തത് 1, 2, 3 എക്സെട്ര p - 1 എടുത്തു. എന്നിട്ട് 1ഉം p - 1 ഒഴിവാക്കിയിട്ട് 2 തൊട്ട് എക്സെട്ര p - 2 വരെ എടുത്തു. ഇതിനെ പെയർ ചെയ്തു സച്ച് ദാറ്റ് ദ പ്രോഡക്റ്റ് ബിക്കംസ് 1 mod p. എന്നിട്ട് അതിൻ്റെ എല്ലാം കൂടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ വി ഗെറ്റ് p - 2 ഫാക്ടോറിയൽ. സോ p - 2 ഫാക്ടോറിയൽ കോൺക്രൂവൻറ്റ് ടു 1 mod p എന്ന് കിട്ടും. അതിനെ എന്തുകൊണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുക? p - 1 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ്സ് ദി ഐഡിയ. Okay, so in the next video we will prove the Wilson's theorem. Thank you.